രുചിഭേദങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സദ്യ മസാല കറിയാണ്. പാലക്കാട് ഭാഗങ്ങളിൽ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ഡിഷ് ഇലയിൽ വിളമ്പാൻ തുടങ്ങിയിട്ട്. നല്ല സ്വാദുള്ളൊരു കറിയാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു സദ്യ മസാല കറി എൻ്റെ സബ്സ്ക്രൈബർ ഫ്രണ്ട് സംഗീതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ രുചിഭേദങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുതേ. മസാല കറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഏകദേശം 2 കപ്പ് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേതൊക്കെയാണെന്ന് പറയാം. ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം, പിന്നെ ഉരുളക്കിഴങ്ങ് ഫ്രഷ് പീസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ പീസും ചേർക്കാം. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇത് നന്നായിട്ട് കഴുകിയ ശേഷം പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലിന് വേവിച്ചെടുക്കണം. ഒരുപാട് കുഴഞ്ഞു പോകരുത്, അതിനാണ് ഒരു വിസിൽ പറയണത്. പച്ചക്കറികൾ വേവണ നേരം കൊണ്ട് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് തേങ്ങ നല്ല ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കാൻ പോവുകയാണ്. ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം നന്നായിട്ട് തണുത്ത ശേഷം ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അരച്ചെടുത്ത ശേഷം അത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഞാനിവിടെ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ ഇട്ട് കൊടുക്കണം, എന്നാലേ ഈ കറിക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സോട്ടായി കിട്ടും. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് ചതച്ചെടുത്താണ്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചവാസനയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനി നല്ല പേസ്റ്റ് പോലെ നല്ല കുഴമ്പ് രൂപത്തിലായിട്ട് വരണം കേട്ടോ, എന്നാലാണ് നന്നായിരിക്കുക. ഇത് കണ്ടില്ലേ, നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പച്ചക്കറികളുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ അധികം വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് എനിക്കതിൽ അധികം വെള്ളം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പച്ചക്കറി വേവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഉപ്പിടാൻ വിട്ടുപോയി, അതുകൊണ്ട് ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പച്ചക്കറി വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണം വീണ്ടും ചേർക്കാനായിട്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാട്ടോ. അപ്പോൾ സദ്യയിലൊക്കെ വിളമ്പാനെന്ന് പറയുമ്പോൾ സൈഡ് ഡിഷ് ആകുമ്പോൾ നല്ല കട്ടിയായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഇത് വിളമ്പാറ്. നിങ്ങൾക്ക് ഇത് ചപ്പാത്തി പൊറോട്ടയ്ക്കൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുക ഒടുവിലായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഇതിലേക്ക് തിളപ്പിച്ച് ഒഴിച്ചാലും മതി. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഫൈനലായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.